തലകണിയിൽ വെച്ചോ. തലവെക്ക പൗഡർ ഇടട്ടെ മമ്മ. തലകണിയിൽ തല വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവന് ഫുഡൊക്കെ കൊടുത്ത് വന്നതാണ് കേട്ടോ. ചേച്ചിയുടെ റൂമിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ തലവെക്ക എന്നാലേ മാമ ചെയ്യാൻ പറ്റുള്ളൂ. തല വച്ചിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ പൊന്നു. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. ഡെയിലി വീഡിയോ ഇടണമല്ലോ ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് തീരെ വയ്യായിട്ട് ഭയങ്കര തലവേദന. തല ഇന്നലെ രാത്രി തൊട്ട് പൊട്ടിപ്പൊളയണം കേട്ടോ. പൊട്ടിപ്പിളരുന്ന എനിക്ക്. പക്ഷേ ഇന്നലെ ഞാൻ തലവേദനയുടെ ഒരു ഗുളിക എടുത്ത്. ഞാൻ അങ്ങനെ ഗുളിക കഴിക്കാറില്ല. അങ്ങനെ ഇങ്ങനെ എനിക്ക് തലവേദനയൊന്നും വരില്ല. ചൂട് ഭയങ്കര വിയർത്തുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ചൂടത്ത് തല വിയർത്ത് കുളിക്കുന്നു, അതുകൊണ്ടാണ്. എന്നിട്ടും ഇന്ന് രാവിലെ ഞാൻ തലയൊക്കെ കുളിച്ച് വന്നപ്പോൾ ഒരു സമാധാനം കിട്ടി. കുറച്ച് സ്റ്റീം ചെയ്തു. അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി ജലദോഷമുണ്ട്, കോൾഡുണ്ട്. അപ്പോൾ ഇത്തിരി സ്റ്റീം ചെയ്തപ്പോൾ അതൊന്ന് ഇത്തിരി ഇതായി കേട്ടോ. അപ്പോൾ ഞാനിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, മോൻ്റെ ഫുഡും കൊടുത്തിട്ട്. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇന്ന് അവധിയാണ്. ഇന്ന് മോനും മോളുമൊക്കെ പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡ് വെക്കണ്ടേന്ന് വിചാരിച്ചൊന്ന് എണീറ്റൊക്കെ വെച്ചു കേട്ടോ. കുറേ തുണികളൊക്കെ ഇവിടെ മടക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നാണ്. മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർ നോക്കിയിരിക്കത്തില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. എൻ്റെ കൊച്ച് ഇങ്ങനെ കിടക്കുന്ന കേട്ടോ. ഫുഡ് കൊടുത്തു അവന് ഫുഡൊക്കെ വാരി കൊടുത്തു. അപ്പോൾ അവൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യനൊരു സമാധാനമുണ്ട് കേട്ടോ. എന്നിട്ട് അവനൊന്ന് തുടച്ചെടുത്തൊക്കെ കൊണ്ടുവന്നു. അവൻ്റെ അച്ഛനും ഇന്ന് ഇത്തിരി ക്ഷീണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ക്ഷീണം എന്തോ ഒരു വയ്യായിക പോലെയാണ്, പുള്ളിക്കൊരു ക്ഷീണം പോലെയുണ്ട്. അപ്പോൾ അത് കാരണം പോയില്ല. ഒരുപാട് ദൂരമാണ് ഓഫീസ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഈ ചൂടത്ത് ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ചൂട് 37 ഡിഗ്രി ഉള്ളു കേട്ടോ. പക്ഷേ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടിയതാണ് കേട്ടോ. വിയർത്ത് ഒഴുകും. ഇനിയിപ്പോൾ ചൂട് 38, 39 വരും, 40 വരെയൊക്കെ വരും. ഈ വിഷു കഴിയുമ്പോൾ ഇവിടെ ചൂട് ഒന്നും കൂടെ കൂടും. അപ്പോൾ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. പിന്നെ ഇവിടെ കൂടുതലും ബംഗാളീസ് എന്ന് പറഞ്ഞാൽ ചോറ് രാവിലെ വച്ച് വെക്കും, എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി കൂട്ടി ഇങ്ങനെ പഴഞ്ചോറ് പോലെ കഴിക്കും. ചൂടത്തൊന്നും ആരും അടുക്കളയിൽ കയറി വെക്കാറില്ല. നമ്മളൊക്കെ മാത്രമാണ് ഈ അടുക്കളയിൽ വെക്കുന്നത്. കാരണം നമ്മുടെ മക്കളൊന്നും അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വച്ച് കൊടുത്തേ മതിയാവുള്ളൂ. ചോറൊക്കെ അപ്പം വെക്കണം, ചൂടോടെ വേണം. അതാണ്. ഇവിടെ കിടക്ക്, തലകണിയിൽ കിടക്ക്. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ആൻറ്റിമാരൊക്കെ പറയും കേട്ടോ, മോനെ അനുസരണയില്ലാന്ന്. കണ്ടോ, അതുകൊണ്ട് കിടന്നു. ഭയങ്കര വില്ലനാ കേട്ടോ. രാവിലെ വീഡിയോ എടുക്കാനൊക്കെ വന്നിരിക്കുന്ന വേണം കാണാൻ. കൈയൊക്കെ നോട്ടെ മുമ്പ് പൗഡർ ഇടട്ടെ. കയ്യിലൊക്കെ മണം വരണ്ടേ. അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ, എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. എൻ്റെ കുഞ്ഞിനെ എല്ലാവർക്കും കാണണ്ടേ. കിടന്ന് ഇവിടെ പൗഡർ ഇടട്ടെ മമ്മ. കൈയുടെ കഷത്തൊക്കെ പൗഡർ ഇടട്ടെ. അവിടെ കിടക്കാൻ പറഞ്ഞുകൊണ്ട് കിടന്ന് തന്നതാട്ടോ. പൗഡർ കഷത്തൊക്കെ ഇടണ്ടേടാന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ കഷത്തും ഒക്കെ ഇട്ട് കൊടുക്കണം. എപ്പോഴും പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം അവന് കഷത്തൊക്കെ. കൈപൊക്ക് നല്ല ഇടാൻ പറ്റുള്ളൂ. കൈപൊക്ക് പൊന്നാ, കൈപൊക്ക്. കൈപൊക്കി നല്ല ഇടാൻ പറ്റുള്ളൂ മമ്മിക്ക്. കൈപൊക്കിത്താടാ കള്ള, നല്ല ഇടാൻ പറ്റുള്ളൂ. കാലൊക്കെ ഇങ്ങനെ വെച്ചേ ഇടട്ടെ മമ്മ. കാലിങ്ങനെ വെച്ചേ ഇടട്ടെ. അവിടെയൊക്കെ പൗഡർ ഇടണ്ടേ. സുന്ദരനായി നമ്മുടെ മോൻ സുന്ദരനായി. ഇനിയൊരു പൊട്ട് തൊടട്ടെ. എൻ്റെ പൊന്നിനൊരു സുന്ദര പൊട്ട് തൊടട്ടെ. സുന്ദര പൊട്ട് തൊടട്ടെ മമ്മ. ഒരു സുന്ദര പൊട്ട് തൊടട്ടെ. പൊട്ട് തൊട്ട് ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. നീ കേട്ടാ, പൊട്ട് തൊടണ്ടേ. ഇരുന്നതാ മുഖം കാണിച്ചാൽ എന്നാലേ പൊട്ട് വിടാൻ പറ്റുള്ളൂ. മീ സുന്ദരനാക്കണ്ടേ. എവിടെ കണ്ടോ, ഇരുന്നൊക്കെ തന്നേണ്ട. സുന്ദരനാക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരനാക്കട. കണ്ടോ, പൊട്ട് കണ്ടല്ലോ ഫ്രണ്ട്സ്. എൻ്റെ മോൻ പൊട്ട് തൊടാനിട്ട് തന്നു. കണ്ടോ, പൊട്ട് തൊട്ട സുന്ദരൻ. നമ്മുടെ മോൻ പൊട്ട് തൊട്ടോ. എല്ലാവരും ഇത് കാണിച്ചോ, മുഖം കാണിച്ചു കൊടുത്തിങ്ങനെ. ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഒന്ന് മുഖം കാണിച്ചു കൊടുത്തേ പൊന്നോ. മുഖം കാണിച്ചു കൊടുത്തേ പൊന്നോ. ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഒന്ന് മുഖം കാണിച്ചു കൊടുത്തേ പൊന്നോ. നോക്കട്ടെ, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ.
പൊട്ട് തൊട്ടിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ്. കണ്ടോ, കിടന്നുകൊണ്ടാണ്. ഈ കൈയുണ്ട് ഒരു ഹായ്. ഈ കൈയുണ്ട് ഒരു ഹായ്. എവിടെ? ഹായ്. ഹായ് കൊടുത്തേ. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കണ്ടേ? എല്ലാവർക്കും ഒരു വെൽക്കം കൊടുക്കണ്ടേ? മോൻ എങ്ങനെയാണ്? ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എന്നെങ്ങനെ പറയുന്നത്? ഇതൊന്ന് കൈ കൊണ്ട് കാണിച്ചു തന്നേ എല്ലാവർക്കും. മമ്മിയുടെ പേരല്ലേ ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ഒന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. കൊടുക്ക്, ഹായ് കൊടുക്കടാ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹായ് എങ്ങനെ കൊടുക്കുന്നു പൊന്നോ? ഹായ് എങ്ങനെ കൊടുക്കുന്നേ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഹായ് എങ്ങനെ കാണിച്ചു കൊടുത്തേ പൊന്നോ? മമ്മി ദേ ഇത് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ഹായ് എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ പൊന്നോ. കൊടുക്കൂലേ? എങ്ങനെ കാണിച്ച് കൊടുത്തേ? ഒന്നും കൂടെ ഹായ് കൊടുത്തേ. ഇത് കണ്ടോ, കുളിച്ച് സുന്ദരനായി എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, തലകണിയിൽ തലയും വെച്ച് കിടക്കണ ഒരുത്തൻ. ഇത് കണ്ടില്ലേ? തലകണിയിൽ തലയും വെച്ച് ഒരുത്തൻ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ? എൻ്റെ പൊന്നുമോൻ കിടക്കുന്ന കണ്ടോ? പറയണ്ട, എല്ലാം അറിയാം കേട്ടോ, എല്ലാം അറിയാം കൊച്ചിന്. ഇവിടെ ബോളും വെച്ചിട്ടുണ്ട്, ബോളും പിടിച്ച് ബോളും ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കിടന്നോളും. നല്ല അനുസരണയുള്ള കുട്ടിയാണ് കേട്ടോ, നല്ല അനുസരണയാണ് മോൻ. നല്ല സുന്ദര മോനാണ്. തല മര്യാദക്ക് വെച്ച് കിടക്ക്. മമ്മിക്ക് ഒത്തിരി പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊട്ട് തൊട്ട സുന്ദരൻ. ഇത് കണ്ടോ, പൊട്ട് തൊട്ട സുന്ദരൻ. കണ്ടില്ലേ എൻ്റെ മോൻ? കണ്ടോ? എല്ലാവരും സ്കൂബിയെ ഒബീഡിയൻ ബോയ് എന്ന് പറയണം, നല്ല കുട്ടി എന്ന് പറയണം. ഇല്ലേ പൊന്നോ? സ്കൂബിയെ നല്ല കുട്ടി എന്ന് പറയണം, ഒബീഡിയൻ ബോയ് എന്ന് പറയണം. നല്ല മോനാണ് കേട്ടോ, എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, നല്ല സുന്ദരനാണ്, നല്ല കുട്ടിയാണ്. അപ്പോൾ എനിക്കിനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇവനിവിടെ അച്ഛൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അദ്ദേഹത്തിന് ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഉറങ്ങുന്നു. ചൂടായതിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ, ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും. നമ്മുടെ പൊന്ന് കിടന്നോട്ടെ, നമ്മുടെ പൊന്ന് കിടന്നോട്ടെ, മമ്മിയുടെ പൊന്ന് കിടന്നോട്ടെ. മമ്മിക്ക് പണിയുണ്ട് കള്ള. കൊഞ്ചിക്കണം, കുറച്ച് നേരം കൊഞ്ചിച്ചോണോ ചെക്കന്. എപ്പോഴും മടിയിലും കിടന്ന് കൊഞ്ചിക്കാതെ പറ്റൂല ചെക്കന്. ഇങ്ങനെ കൊച്ചിക്കാതെ പറ്റൂല ചെക്കന്. ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഫ്രണ്ട്സ്. കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം അവന്. ചുക്ക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കളികൾ കേട്ടോ. അമ്മയും മോനൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ, നല്ലവണ്ണം കളിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ മോനോട് കളിക്കുന്നത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അമ്മയുടെയും മോൻ്റെ കളികളൊക്കെ കണ്ടല്ലോ. ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ഞാനിവനെ കൊഞ്ചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇഷ്ടം പോലെ സ്നേഹം കൊടുത്ത് കൊഞ്ചിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ കുഞ്ഞുമോൻ ഉറങ്ങാൻ കിടന്നു കണ്ടോ, ഉറങ്ങാനൊക്കെ കിടന്നു. ഇനി മമ്മി ഓരോരോ പണികൾ ചെയ്യട്ടെ. കുറച്ച് പണികളൊക്കെ ഉണ്ട്, അടുക്കളയൊക്കെ തുടക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. എന്നും കാണുന്നുള്ളവർക്ക് വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ മോൻ്റെ പൊട്ട് തൊട്ടൊക്കെ കണ്ടല്ലോ, നമ്മുടെ മോൻ്റെ കളികളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അല്ലേ ഒന്ന് പഞ്ഞു കൊത്തി നിങ്ങളൊന്ന് പഞ്ഞു കൊത്തി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പാവമാണ് കേട്ടോ, പഞ്ചപാവങ്ങളാണ് കേട്ടോ, പഞ്ചപാവം. അപ്പോൾ കുറേ പണികളൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കത്തിച്ചു, ഒത്തിരി പണികൾ കഴിഞ്ഞാൽ വന്നത് കേട്ടോ. ഇനി ഒന്ന് അടുക്കള തുടക്കണം. എൻ്റെ അച്ഛനും ഭയങ്കര ക്ഷീണം, അപ്പോൾ അതാണ് അച്ഛനും ഒന്ന് ലീവാണ്. മക്കളൊക്കെ പോയി, അവരെയൊക്കെ വിട്ടു. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. മോഹം തിരിക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയേ പൊന്നോ, മോഹം തിരിക്കുന്ന കേട്ടോ. മോഹം തിരിക്കുന്നവൻ മോഹം തിരിക്കാതെ നോക്കേ. ദേ അവിടെ ചേട്ടന്മാരൊക്കെ നോക്കിയിരിക്കുന്നത്. മോഹം തിരിക്കല്ലേ, നോക്ക് പൊന്നോ. പൂക്കൂട് അങ്ങനാണോ?
അവനെ ഈ തണുപ്പത്ത് ഭയങ്കര ചൂടല്ലേ ഫ്രണ്ട്സ്, അപ്പോൾ ഈ തണുപ്പത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നതാണ് കാണുന്നത് കേട്ടോ. ഒരു സുഖം കിട്ടുന്നത്. ഭയങ്കര ചൂട്, ഭയങ്കര ഹ്യൂമിഡിറ്റി കേട്ടോ. ഇവിടെ വിയർത്ത് വിയർത്ത് ഒഴുകും. നമ്മളിങ്ങനെ തല വിയർക്കും, ചെന്ന് വെള്ളം ഒഴിക്കും, തല വിയർക്കും, മുടിയൊക്കെ കൊഴിഞ്ഞു പോയി വിയർപ്പിൽ. കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ മോൻ്റെ രസങ്ങളൊക്കെ. പിന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്, ഡെയിലി കാണുന്നുള്ളവർക്ക് കാണാൻ വേണ്ടി കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഇത് കണ്ടല്ലോ മോൻ കിടക്കുന്നത്. അതുവരേക്കും ബൈ.